ഏറ്റവും ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഗണ്യമായ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ എം.എൽ.എമാരായ പി. അബ്ദുൽ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ എന്നിവരാണ് ആവശ്യമുന്നയിച്ചത്. ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളിൽ ആരോഗ്യവകുപ്പ് 202 സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ അനുവദിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ ആകെ 4 തസ്തികകളാണ് അനുവദിച്ചതെന്നും ജനസംഖ്യാനുപാതികമായി തസ്തികകൾ അനുവദിച്ചില്ലെന്നും എം.എൽ.എമാർ ഉന്നയിച്ചു. ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് 595 ഡോക്ടർ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്നും DMO മറുപടി നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ മുഖേന ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് നിർദ്ദേശിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ അർബുദ രോഗികൾക്ക് മരുന്നിന് വളരെയധികം കാലതാമസം നേരിടുന്നുണ്ടെന്നും പണമടച്ചിട്ടും KMCL-ൽ നിന്നും മരുന്ന് ലഭ്യമാകുന്നില്ലെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നും കുറുക്കോളി മൊയ്തീൻ MLA ആവശ്യപ്പെട്ടു. KMCL-ൽ ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് ജില്ലാ കളക്ടർ DMOക്ക് നിർദ്ദേശം നൽകി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഞായർ ഒഴികെ എല്ലാ ദിവസവും ക്യാൻസർ OPയും കീമോതെറാപ്പിയും നൽകി വരുന്നുണ്ടെന്നും DMO യോഗത്തിൽ അറിയിച്ചു. ആശുപത്രിയിലെ ഒക്കോളജി വിഭാഗത്തിൽ മതിയായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ മമഗ്രോം, കീമോതെറാപ്പി എന്നിവ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നടക്കുന്നതെന്നും കുറുക്കോളി മൊയ്തീൻ MLA ഉന്നയിച്ച വിഷയത്തിലാണ് DMO അറിയിച്ചത്. മമഗ്രോം മിഷൻ പ്രയോജനം രോഗികൾക്ക് ഫലപ്രദമായി ലഭ്യമാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയതുവഴി ഇവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചതോടൊപ്പം OP സമയം വൈകിട്ട് 6 വരെ വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെന്നും NHO-DPM യോഗത്തിൽ അറിയിച്ചു. മാത്രമല്ല ആശുപത്രികൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ സാധിച്ചുവെന്നും സ്പെഷ്യലൈസ്ഡ് ചികിത്സകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ 85 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായും 15 CHSCകളെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായും ഉയർത്തി അധിക PSSC തസ്തികകൾ സൃഷ്ടിക്കാനും കഴിഞ്ഞു. ദേശീയപാതയിൽ എല്ലായിടത്തും സർവീസ് റോഡുകൾ റൺവേ ആക്കുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പുനഃപരിശോധിക്കണമെന്നും വീതി കൂടിയ സ്ഥലങ്ങളായ യൂണിവേഴ്സിറ്റി, കോഹിന്നൂർ, ഇടിമുഴിക്കൽ എന്നീ ഭാഗങ്ങൾ 2-വേ ആക്കണമെന്നും പി. അബ്ദുൽ ഹമീദ് MLA ആവശ്യപ്പെട്ടു. അപകടങ്ങൾ ഒഴിവാക്കാനായി പോലീസ് RTO റിപ്പോർട്ട് പ്രകാരമാണ് തീരുമാനമെടുത്തതെന്നും വിഷയം വീണ്ടും പരിശോധിക്കാമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിൽ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും പുതുതായി വന്ന 784 പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് BLO-മാരെ ഇന്ന് നിയമിക്കുമെന്നും BLO-മാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. SIR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പി. അബ്ദുൽ ഹമീദ് MLA-യുടെ ചോദ്യത്തിന് മറുപടിയായാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിൽ പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിലാണ് കൂടുതൽ ആളുകളെ ഇനിയും വോട്ടർ പട്ടികയിൽ ചേർക്കാനായി കണ്ടെത്താനുള്ളത്. BLO, BLA-മാർ സംയുക്തമായി പരിശ്രമിക്കുന്നതിലൂടെ ഏറ്റവും മികച്ച രീതിയിൽ SIR പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ജാഗ്രത പുലർത്തണമെന്നും KPA മജീദ് MLA ആവശ്യപ്പെട്ടു. SIR-ൽ പ്രവാസികളുടെ ജനന സ്ഥലം രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കണമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ MLA ആവശ്യപ്പെട്ടു. കോറി സാമഗ്രികളുടെ വിലക്കയറ്റത്തെ തുടർന്ന് നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്നും പി. അബ്ദുൽ ഹമീദ് MLA യോഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി. നിലവിൽ കോറികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്നും ദൗർലഭ്യമാണെന്നും ഉടൻ ബന്ധപ്പെട്ടവരുമായുള്ള യോഗം ചേർന്ന് കോറി സാമഗ്രികളുടെ വില നിയന്ത്രണത്തിനായി ഉടൻ യോഗം ചേരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിലെ അക്ഷയ ആധാർ അഡ്മിൻ പദവി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ജില്ലാ കളക്ടർ ഹിയറിംഗ് നടത്തി IT ഡയറക്ടർക്ക് തീരുമാനത്തിനായി നൽകിയിട്ടുണ്ടെന്നും വിഷയം IT മിഷൻ ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങളിലെ റേറ്റ് ചാർട്ട് പ്രദർശിപ്പിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ഡോക്ടർ AP അബ്ദുസമദ് സമദാനിയുടെ പ്രതിനിധിയാണ് വിഷയയോഗത്തിൽ ഉന്നയിച്ചത്. തെരുവുനായ ശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ തെരുവുനായകളുടെ പുനരധിവാസത്തിനായി ജില്ലയിൽ ABC സെന്റർ തുടങ്ങുന്നതിനായി ഏറനാട് താലൂക്കിലെ സ്ഥലം ലഭ്യമാക്കാൻ കഴിയുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മങ്കട, ചീക്കോട്, കൊണ്ടോട്ടി എന്നീ സ്ഥലങ്ങൾ പരിഗണിച്ചിരുന്നെങ്കിലും വഴി സൗകര്യമില്ലാത്തതിനാൽ ഒഴിവാക്കുകയായിരുന്നു. തെരുവുനായ ശല്യം
കുറുക്കോളി മൊയ്തീൻ MLA ആണ് ഉന്നയിച്ചത്. 2023 മുതൽ നെൽകർഷകർക്കുള്ള വിള ഇൻഷുറൻസ് തുക ലഭ്യമാക്കിയിട്ടുണ്ടോ എന്ന് കുറുക്കോളി മൊയ്തീൻ MLAയുടെ ചോദ്യത്തിന് 31/5/2024 വരെയുള്ള തുക നൽകിയിട്ടുണ്ടെന്നും 10.93 കോടി രൂപ ഈ ഇനത്തിൽ കിട്ടാനുണ്ടെന്നും തുക ലഭ്യമായാൽ വിതരണം ചെയ്യുമെന്നും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. കിഫ്ബിയുടെ കീഴിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട വകുപ്പുകൾ ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. തിരൂർ മണ്ഡലത്തിലെ കിഫ്ബി നിർമ്മാണ പുരോഗതിയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് കളക്ടർ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയത്. മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ നിർമ്മാണം സംബന്ധിച്ച് UA ലത്തീഫ് MLA ചോദ്യമുന്നയിച്ചു. മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണത്തിനായി സ്ഥലപരിശോധന നടത്തി വരികയാണെന്നും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കോർഡിനേറ്റർ അറിയിച്ചു. മഞ്ചേരി നെല്ലിപ്പറമ്പ് റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UA ലത്തീഫ് MLAയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. താഴേക്കാട് ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിലെ ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയുടെ കമ്മീഷനിംഗ് ഉടൻ ആരംഭിക്കുമെന്നും ജല അതോറിറ്റി വിഭാഗം അറിയിച്ചു. താഴേക്കാട് പഞ്ചായത്തിലെ അമ്മിനിക്കാട് പരിസരത്തെ ജലദൗർലഭ്യം നജീബ് കാന്തപുരം MLA ആണ് ഉന്നയിച്ചത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLAമാരായ P. അബ്ദുൽ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, UA ലത്തീഫ്, നജീബ് കാന്തപുരം, KPA മജീദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, മറ്റു ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.